ലിനൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ഫ്ലോറൽ ഡിസൈൻസ് ആണ്. ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് അവരുടെ ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് സാരി വരുന്നത്. കൂടാതെ ചില്ലി റെഡിലുള്ള സിമ്പിൾ റിബൺ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഡ്രൈപ്പ് ചെയ്യാം. ഇതിന്റെ കൂടെ വരുന്നത് നല്ലൊരു ഗ്രീൻ യെല്ലോ ഒരു മൗവ് ടോണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഗ്രീൻ ബ്ലൗസ് നല്ലതായിരിക്കും. ഈ ഒരു റിബൺ ബോർഡിന്റെ ബ്ലൗസ് നല്ലതായിരിക്കും. സെൽഫ് ടോണിലെ ബ്ലൗസ് ആണ് സാരിയുടെ കൂടെ വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരും. സാരി നമ്മൾ ഡ്രൈപ്പ് ചെയ്യുമ്പോൾ താഴെ ഭാഗത്ത് പ്ലീറ്റ്സിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ഈ ഒരു പാറ്റേൺ വന്നിട്ട് ആ ചെയിൻ സ്റ്റിച്ച് വർക്ക് ആയിരിക്കും ഫുൾ സാരി വരുന്നത്. മുകൾ ഭാഗം വരുന്നത് പ്ലെയിൻ ആണ്. ഇതായിരിക്കും ആ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെയാ വരിക. ഒരു പീച്ച് എന്ന് പറയാൻ പറ്റത്തില്ല, മോവ് ടോൺ ആണ്. മോവ് വിത്ത് യെല്ലോ ഗ്രീൻ ഈ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു വർക്ക് വരുന്നത്. വിത്ത് ചെയിൻ സ്റ്റിച്ച് വർക്ക് സെയിം സ്റ്റൈലിൽ തന്നെയുള്ള പാറ്റേണിലാണ് സാരിയുടെ മുന്താണിയിലും. ഇതായിരിക്കും പല്ലുവില്. ബോർഡർ വരുമ്പോൾ അതേ റിബൺ ബോർഡിൽ തന്നെ ആയിരിക്കും വരിക. സെയിം ടോണിൽ തന്നെ ഈ ഒരു പേൾ ക്രീമിൽ തന്നെയുള്ള പ്ലെയിൻ ബ്ലൗസ് ആണ് സാരിയുടെ കൂടെ വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. സെയിം അതേ പാറ്റേൺ തന്നെയാണ്. ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ ഡിജിറ്റൽ പ്രിന്റിന്റെ കളർ പാലറ്റിൽ മാത്രമേ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇത് മുൻപത്തെ സാരിയിൽ മോ വിത്ത് പേസ്റ്റൽ യെല്ലോ ആയിരുന്നു. ഇതിൽ വരുമ്പോൾ പൗഡർ ബ്ലൂ വിത്ത് യെല്ലോ ആണ് കോമ്പിനേഷൻ. അത് മാത്രമേ ഉള്ളൂ ആ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെ. സിമ്പിൾ റിബൺ ബോർഡർ. ബോഡിയിൽ കംപ്ലീറ്റ് അതേ ഫ്ലോറൽ ഡിസൈൻസ് തന്നെ ആയിരിക്കും വരുന്നത്. ബ്ലൂയിലും യെല്ലോയിലും ആയിരിക്കും ഫ്ലോറൽ മോട്ടീവ്സ്. ഇത് ഗ്രീനിൽ തന്നെ ആയിരിക്കും ആ ഒരു ലീഫ് പാറ്റേൺ. ഫുൾ ചെയിൻ സ്റ്റിച്ച് വർക്കാണ് സാരി വരുന്നത്. ആ ഒരു ഡിസൈനിലും ആ ഒരു ഔട്ട്ലൈൻ വരുന്നതെല്ലാം ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടുള്ള പാറ്റേണിലായിരിക്കും വരുന്നത്. സെയിം സ്റ്റൈൽ പല്ലു. ബോഡി മുന്താണിയിലും ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. വിത്ത് റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് അതേ റിബൺ ബോർഡറിലായിരിക്കും ബ്ലൗസ് വരുന്നത്. സെയിം ലിനൻ തന്നെ ഫാബ്രിക് വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ലാവൻഡർ ആണ്. ലാവൻഡർ വിത്ത് യെല്ലോ ആണ് ഫ്ലോറൽ ഡിസൈൻസിന്റെ മോട്ടീവ്സ്. ബാക്കി എല്ലാം സെയിം തന്നെ. പല്ലു, ബ്ലൗസ് പ്ലെയിൻ ആണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. ഡാർക്ക് മോ യെല്ലോ ആൻഡ് ഗ്രീൻ അതാണ് ലാസ്റ്റ് സാരിയുടെ ഈ ഒരു കാറ്റഗറിയിൽ ലാസ്റ്റ് സാരിയാണ് വന്നിരിക്കുന്നത്. അതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ സിമ്പിൾ ആ ഒരു ചില്ലി റെഡ് റിബൺ ബോർഡർ, ആ ഒരു യെല്ലോ ഗ്രീൻ മോ ടോണിലുള്ള ഫ്ലോറൽ ഡിസൈൻസും അതിൽ ചെയിൻ സ്റ്റിച്ച് വർക്ക് ആയിരിക്കും ഫുൾ ബോഡി ഹൈലൈറ്റ് ചെയ്യുന്നത്. പ്ലെയിൻ വിത്ത് റണ്ണിങ് ബ്ലൗസ് ആണ് സാരിയുടെ കൂടെ വരുന്നത്. നെക്സ്റ്റ് സാരി പാറ്റേണും ഫാബ്രിക്കും എല്ലാം മാറിയിട്ടുണ്ട്. സോഫ്റ്റ് നെറ്റ് കോട്ടയാണ്, സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിൽ ഫുൾ ബോഡിയിലും ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേണിലാണ് സാരിയുടെ ബോർഡറിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. സാരിയുടെ കളർ പറയുകയാണെങ്കിൽ ചിക്കു ടോൺ ആണ്. അതിൽ ആ ചിക്കു ഷെയ്ഡിൽ തന്നെ ആയിരിക്കും കാന്ത വർക്കിന്റെ പാറ്റേണിൽ ഡബിൾ സൈഡിലും ആ ഒരു ത്രെഡ് വർക്ക് വന്നിട്ട് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടി കളറിലുള്ള സ്മോൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് ഫുൾ സാരിയിലും വരുന്നത് കേട്ടോ. ഞാൻ ക്ലോസറിൽ കാണിക്കാം. ഈ ഒരു സാരിയുടെ കളറും ഫ്ലോറൽ മോട്ടീവ്സും എല്ലാം സെയിം തന്നെ ആയിരിക്കും. ഈ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കളർ പാലറ്റ്സ് മാറി മാറി വരും. കാരണം നമ്മൾ റാൻഡം ആയിരിക്കും അയക്കുന്നത്. ചില സാരികളിൽ ഈ കളർ ആയിരിക്കും, ചിലതിന് പീച്ച് വരും. അങ്ങനെ ഡിഫറെന്റ് കളറിലായിരിക്കും ഈ ഒരു മോട്ടീവ്സ് വരുന്നത്. ബോഡിയും സാരി എല്ലാം സെയിം തന്നെ ആയിരിക്കും വരിക. ഫുൾ ഇതേ പാറ്റേണിൽ തന്നെ കാന്തവർക്കിൽ തന്നെ ആയിരിക്കും സാരിയുടെ മുന്താണിയും ഫിനിഷ് ചെയ്യുന്നത്. ബോർഡറും പല്ലും വരുന്നത് ഫുൾ കാന്തവർക്കിൽ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഈ ഒരു എംബ്രോയിഡറി വർക്കിലാണ് വരുന്നത്. സോഫ്റ്റ് മെറ്റീരിയലാണ്. സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ഇത് റണ്ണിങ് ബ്ലൗസ്. സോഫ്റ്റ് സെമി ടെസ സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. നല്ലൊരു മൾട്ടി കളർ പാരറ്റിലാണ് സാരി വരുന്നത്. ഒരു പപ്പായ ഓറഞ്ച് യെല്ലോ ആ ഒരു കോമ്പിനേഷനിൽ വെർട്ടിക്കൽ ആയിട്ട് തന്നെയുള്ള നല്ലൊരു ഷെയ്ഡഡ് ഡിസൈൻ വന്നിട്ട് ലോവർ ഏരിയ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയിൽ ആ ഒരു ഡിസൈൻ വരുന്നത്. നല്ലൊരു ഗ്രീൻ പീച്ച് ടോണിലായിരിക്കും ലോവർ ഏരിയ വരിക. പല്ലു സ്മോൾ സ്വീക്കൻസ് വർക്ക് ആണ് സാരിയുടെ മുന്താണിയിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയുടെ പല്ലു. ബ്ലൗസ് വരുന്നതും അതേ പാറ്റേണിൽ തന്നെ ലൈൻസിൽ സ്വീക്കൻസ് വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. സോഫ്റ്റ് ടെക്സ്ചറിന്റെ ആ ഒരു ടെക്സ്ചറിലാണ് സാരി വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക സാരി. ഡിസൈൻ സെയിം തന്നെ. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ സീ ബ്ലൂ സീ ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും. ലോവർ ബോർഡർ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ആ ഒരു ഡിസൈൻസ് വന്നിട്ട് ഫുൾ ആ ഒരു ചൈനീസ് സ്വീക്കൻസ് വർക്ക് ആയിരിക്കും ഫുൾ ബോഡിയിലും വരുന്നത്, മുന്താണിയിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് പല്ലു. സെയിം സ്റ്റൈലിൽ തന്നെ അതേ സ്വീക്കൻസ് വർക്കിലായിരിക്കും. സ്ട്രൈപ്പ് പാറ്റേൺസിലാണ് റണ്ണിങ് ബ്ലൗസ്. വീണ്ടും മൾട്ടി കളർ തന്നെയാണ് സാരിയിൽ. ആ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട്. ഫാബ്രിക് സെയിം തന്നെ. സോഫ്റ്റ് സെമി ടെസർ തന്നെ ഫാബ്രിക് വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരി വരുന്നത്. ഫുൾ ഒരു അബ്സ്ട്രാക്ട് ഡിസൈനിലാണ് ബോഡി കംപ്ലീറ്റ് വരിക. പല്ലു സ്വീക്കൻസ് വർക്കിൽ തന്നെയാണ് സാരിയുടെ മുന്താണി. സെയിം സ്റ്റൈലിൽ തന്നെ ബ്ലൗസ്. നെക്സ്റ്റ് കളർ വീണ്ടും പീച്ചും ബേബി പിങ്കും കൊണ്ടുള്ള കോമ്പിനേഷനിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ബോർഡർ വരുമ്പോൾ സീ ബ്ലൂ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. റണ്ണിങ് പല്ലു വിത്ത് സ്വീക്കൻസ് വർക്ക് ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ലാവൻഡർ ആൻഡ് പിങ്ക് ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. മുകൾ ഭാഗം വരുമ്പോൾ ലാവൻഡർ ടോണിലായിരിക്കും വരിക. ലോവർ ഏരിയ വരുമ്പോൾ ഗ്രീനിലാണ് ആ ഒരു അബ്സ്ട്രാക്ട് ഡിസൈൻസ് വരുന്നത്. സോഫ്റ്റ് സെമി ടെസർ ആണ് മുന്താണി.
സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിൽ സ്മോൾ സ്വീക്കൻസ് വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ ഗ്രീൻ ആണ്. ബോഡി കളർ വരുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിൽ സീ ഗ്രീനും ഒരു സേജ് ഗ്രീനും കൊണ്ടുള്ള കോമ്പിനേഷനിലാണ് ബോഡി വരുന്നത് കംപ്ലീറ്റ്. ലോവർ ഏരിയ വരുമ്പോൾ ലാവൻഡറും പേർപ്പിളും കൊണ്ടുള്ള കോമ്പിനേഷനിലാണ് ഈ ഒരു ഡിസൈൻസ് വരുന്നത്. മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് സാരി സോഫ്റ്റ് സെമി ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക്. നല്ലൊരു എമറാൾഡ് ഗ്രീൻ്റെ തന്നെ ലൈറ്റ് ടോൺ ആണ് സാരി വന്നിരിക്കുന്നത്. അതിലൊരു ചിക്കു ടോണിലുള്ള ത്രെഡ് വർക്ക് ആണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ബോഡിയിൽ വരുമ്പോൾ മോട്ടീവ്സ് ആണ്, സ്മോൾ ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ഈ ഒരു പാറ്റേൺ, ബോർഡർ, പല്ലു. പല്ലു വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. മുന്താണിയിൽ ഫുൾ ആ ഒരു വർക്കിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ഇതാണ് മുന്താണിയിൽ ഫുൾ വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ തന്നെ മോട്ടീവ്സ് ആണ് സ്കാറ്റേർഡ് ഫോമിൽ ബോഡി കംപ്ലീറ്റ് വന്നിട്ട് പല്ലു നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കിൽ തന്നെയാണ് വരുന്നത്. റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രേഷ് ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഇതിലും സെയിം സ്റ്റൈൽ തന്നെ. ഇത് കട്ട് വർക്കിലാട്ടോ വരുന്നത്. ഞാൻ ലാസ്റ്റ് സാരിയിൽ കഴിഞ്ഞ സാരിയിൽ പറയാൻ വിട്ടുപോയതാണ്. കട്ട് വർക്ക് പാറ്റേണിലായിരിക്കും ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. ബോഡിയിൽ ഈ ഒരു പാറ്റേൺ വരും. മുന്താണിയിൽ വരുമ്പോഴും ആ ഒരു കട്ട് വർക്ക് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് പല്ലുവിൽ വരുന്നത് വർക്ക്. പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ സെയിം വർക്ക് തന്നെയാണ്. ഫുൾ ആ ത്രെഡ് എംബ്രോയിഡറിയിൽ നല്ലൊരു മൗ ടോൺ ആണ് സാരി വന്നിരിക്കുന്നത്. ബോഡിയിൽ കംപ്ലീറ്റ് അതേ ആ ഒരു മോട്ടീവ്സ് ആണ്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും കട്ട് വർക്കിന്റെ മോട്ടീവ്സും വരുന്നുണ്ട്. മുന്താണി വരുമ്പോഴും അതേ പാറ്റേൺ വിത്ത് പ്ലെയിൻ ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ്. ഇതൊരു ബ്രൗൺ ടിൻറ്റഡ് ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ഗ്രീൻ ആണ്. ഇതിലും വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെ. ബോഡിയിലും അതേ മോട്ടീവ്സ് വരുന്നുണ്ട് വിത്ത് ഡബിൾ സൈഡ് ബോർഡർ. പല്ലു ഫുൾ ഈ ഒരു വർക്കിൽ തന്നെ വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്.